ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുക്കളൻ്റെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അടുക്കള എപ്പോഴും നമുക്ക് നല്ലോണം നല്ല ഒതുക്കത്തിലും നല്ല വൃത്തിയിലും കിടക്കാൻ എങ്ങനെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കിച്ചൺ ക്ലീനിങ് പൊതുവേ ഒരു പ്രയാസമുള്ള കാര്യമാണല്ലേ. അപ്പോൾ കിച്ചൺ എപ്പോഴും നീറ്റാക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കിച്ചണ് ഞാൻ വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ആദ്യം നമ്മൾ സിങ്കിലെ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷം സിങ്കിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പൈപ്പും തന്നെ എപ്പോഴും നല്ലോണം പാത്രം കഴുകുന്നതോടൊപ്പം തന്നെ പൈപ്പും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഡിഷ് വാഷ് ഇടുന്ന പാത്രം ഉണ്ടാവും, അതും ക്ലീനായി വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ അതിലുപയോഗിക്കുന്ന തുണിയോ സ്പോഞ്ചോ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതും നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിടണം. അതിനുശേഷം പിന്നെ നമ്മുടെ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ ക്ലീനിങ്ങോ കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ സ്റ്റൗവ് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗ വൃത്തിയാക്കാൻ ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കി, നമ്മുടെ സോപ്പും പൊടിയും പിന്നെ അപ്പസോഡയും വിനാഗിരിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ലിക്വിഡ് ഉണ്ടാക്കിയിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ സിങ്ക് തുടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിങ്കും തന്നെ എപ്പോഴും നല്ലോണം വൃത്തിയായി കിട്ടും. അപ്പോൾ നിങ്ങളും തന്നെ ആ വീഡിയോ ഞാൻ മുന്നേ ഷെയർ ആക്കിയിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൽ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ആക്കി നോക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സ്റ്റൗവിൻ്റെ വ്യത്യാസം, ക്ലീനിങ്ങിലുള്ള വ്യത്യാസം മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ഗ്ലാസ് കൗണ്ടറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലോണം ഇങ്ങനെ തിളങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് എന്തായാലും നല്ലൊരു ബെസ്റ്റാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഭാഗത്തുള്ള എല്ലാ ഭാഗവും നല്ലോണം തുടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഗ്യാസുമ്പോൾ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എണ്ണയൊക്കെ അവിടെ തെറിച്ചിട്ടുണ്ടാവും. അതിൻ്റെ സൈഡിൽ എന്താണ് ഉള്ളത് വെച്ചാൽ ബോട്ടിലുകളോ പാത്രങ്ങളോ, ചിലവരുടെ വീട്ടിൽ പാത്രങ്ങളായിരിക്കും, ചിലവരുടെ വീട്ടിൽ ബോട്ടിൽസ് ആയിരിക്കും, അങ്ങനെ എന്താണ് നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തുള്ളത് അതൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസവും തോന്നില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഇങ്ങനെ ലേറ്റായി ചെയ്യുമ്പോഴാണ് എല്ലാതും ഇങ്ങനെ കേടായി കിടക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. നമ്മുടെ പഞ്ചസാര, ഉപ്പ്, ചായപ്പൊടി അതൊക്കെ ഞാൻ ഈ ബോട്ടിലാണ് ഇട്ട് വെക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി എന്തായാലും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടി നമ്മൾ കുറേ സമയം നിൽക്കുമെന്ന് വേണം. നമ്മളെ കയ്യിൽ നമ്മൾ തുടക്കാൻ ഉപയോഗിക്കുന്ന തുണി ഉണ്ടല്ലോ, കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന തുണി ഉണ്ടല്ലോ, ആ തുണി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതും അവിടെ വൃത്തിയായി കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ എണ്ണ കേട്ടോ. അപ്പോൾ എണ്ണേൻ്റെ ബോട്ടിൽസ് ഞാൻ ഇട്ട് വെക്കാൻ ഇങ്ങനെ ഒരു ട്രേ വാങ്ങിയിട്ടുണ്ട്, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ട്രേയിൽ നമ്മൾ എണ്ണ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ വെക്കണ കുപ്പി വെക്കുന്ന ഭാഗത്തല്ലാതെ വേറൊരു ഭാഗത്തും എണ്ണ ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രേൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ വല്ല എണ്ണ പോവേ, എണ്ണൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ ഒന്ന് കഴുകി കൊടുത്താൽ മതി. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. പിന്നെ എണ്ണ വേറൊരു ഭാഗത്താവുന്ന പേടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ കുപ്പി അതേപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടില്ലെങ്കിൽ അതിൽ എപ്പോഴും എണ്ണമേക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ആ കാര്യവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനത്തെ ഒരു പാത്രം മേടിക്കണ്ടോ. അപ്പോൾ അത് ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാവും, എന്നാൽ നമുക്ക് അതിൻ്റെ അതേ സെയിം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ ഈ മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കുപ്പിയും ഓരോന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ പാത്രങ്ങളുടെ എടുത്ത് വെച്ചാൽ പിന്നെ മസാലപ്പൊടികളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വേഗത്തിൽ ജോലി തീർക്കാൻ പറ്റും കേട്ടോ. മസാലപ്പൊടികളൊക്കെ നമ്മളെ കൈ എത്തുന്ന ദൂരത്ത് ഒന്നിച്ചങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ഈസിയുള്ള കാര്യമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കും കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ എന്തായാലും നമ്മളിങ്ങനെ തുറക്കും അടക്കും ചെയ്യുമ്പോൾ കൈയിൻ്റെ പാടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലുള്ളൂ കാണുക, എന്നാലും അതുണ്ടാവും. അപ്പോൾ അതും നമ്മൾ നല്ലോണം സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ അങ്ങനത്തെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു ടർക്കി ഹാങ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈയൊക്കെ ഒന്ന് തുടക്കണമെങ്കിൽ ഒരു ഉണങ്ങിയ തുണി ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നമ്മളവിടെ ഒരു ടർക്കിയും കൂടി ഹാങ് ചെയ്തിട്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഡെയിലി ഞാൻ കിച്ചൺ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.